പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവായി, അതായത് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരിയെ തെരഞ്ഞെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പി.എ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അക്രമങ്ങൾക്ക് പേരുകെട്ട ബംഗാളിൽ മമതയുടെ 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് ബി.ജെ.പി അധികാരം പിടിച്ചെടുത്തത്. എന്നാൽ ഏത് പാർട്ടി അധികാരത്തിലെത്തിയാലും കൊല്ലും കൊലയും കഴിഞ്ഞിട്ടേ ബംഗാളിൽ ഭരണമുള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കടാരത്തലപ്പ് കൊണ്ടും വെടിയുണ്ട കൊണ്ടും പ്രതികാരം തീർക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്നത് വലിയ ആശങ്ക പരത്തുകയാണ്. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥാണ് കൊല്ലപ്പെട്ടത്. കൊൽക്കത്തയിൽ വെടിയേറ്റ് മരിച്ചത് നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ മന്ദ്യം ഗ്രാമിലാണ്. അതോടെ പ്രദേശത്ത് വലിയ അക്രമാസക്തമായ നിലയിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ബ്ലാക്ക് സ്കോർപിയോയിൽ ഇരിക്കുകയായിരുന്ന ചന്ദ്രനാഥിന് നേരെ മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ നിരവധി തവണ വെടിയുതിർക്കുകയായിരുന്നു. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലാണ് വെടിയുതിർത്തത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു. ഇദ്ദേഹത്തോടൊപ്പം മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ ചന്ദ്രനാഥിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ബി.ജെ.പിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രമുഖ നേതാവാണ് സുവേന്ദു അധികാരി എന്ന് വെടിയുതിർക്കുന്നവർക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരിക്കെതിരെ മത്സരിച്ചത് സാക്ഷാൽ മമതാ ബാനർജി തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ കൂടിയായ മമതാ ബാനർജി ഏകദേശം 15,000-ൽ ഏറെ വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശത്രുവായ മമതാ ബാനർജിയെ ഭവാനിപ്പൂരി മണ്ഡലത്തിൽ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയായ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ തീർച്ചയായും പ്രതിസ്ഥാനത്ത് വരിക മമതാ ബാനർജിയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും തന്നെയായിരിക്കും. ആദ്യം മമതയുടെ കൂടെ ഉണ്ടായിരുന്ന സുവേന്ദു അധികാരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ബി.ജെ.പിയിൽ ചേർന്നതും പ്രതിപക്ഷ നേതാവായി വന്നതും. ഒരു വനിതാ നേതാവടക്കം 2 ഉപമുഖ്യമന്ത്രിമാരും ഇപ്പോൾ സുവേന്ദു അധികാരിക്ക് കീഴിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന കൊലപാതകം ജനവിധി അട്ടിമറിച്ചതാണ് എന്നൊരു ആരോപണമുയർത്തി മമതാ ബാനർജി ഒരു ഭാഗത്ത് നിൽക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ തന്നെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വലിയ കൊലപാതകം നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗം ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്ത് നടക്കുമ്പോൾ കേന്ദ്ര നിരീക്ഷകരായ കേന്ദ്രമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും കൊൽക്കത്തയിൽ എത്താൻ നിൽക്കുകയാണ്. അവരെത്തുന്നതിന് തൊട്ടുമുൻപ് നടന്ന ഈ കൊലപാതകം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ചോരയിൽ മുങ്ങിയ ഒരു കന്നിപ്രവേശം ബി.ജെ.പിയുടെ പ്രതികാരദാഹം വർദ്ധിപ്പിച്ചാൽ ബംഗാൾ വീണ്ടും ചോരക്കളമാകും എന്നുള്ളത് തന്നെയാണ് ഉറപ്പിക്കുന്നത്.